ആരാധിക്കുന്ന സമയമാണ്, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി കരമടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ഇന്ന് എന്നെ കാണുന്ന എൻ്റെ ഈശോ, ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂവിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. സ്നേഹത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. ശക്തിയോടെ സ്നേഹത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭൻ ആരാധന. ആരാധന ആരാധന രാജാതിരാജാവിന് ആരാധന. യേശുവിന് മാത്രം ആരാധന, എൻ്റെ യേശുവിന് മാത്രം ആരാധന. കാരുണ്യവാനായ കർത്താവേ, നിന്റെ മുൻപിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ദൈവമേ, നീ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിന് വലിയ അഭിഷേകത്തിന് മുൻപിൽ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ഈ സമയം, പ്രിയപ്പെട്ട ദൈവജനമേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ മുൻപിലാണ് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. യേശുവേ, ഈ സമയത്ത് എൻ്റെ പ്രാർത്ഥനകൾ നീ കേട്ടുകൊള്ളണമേ, എൻ്റെ നിയോഗങ്ങൾ നീ സ്വീകരിക്കണമേ. ഇരു കരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദാവീദിന്റെ പുത്രൻ എന്നിൽ കനിയണമേ. യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശു എന്ന നാമം വിളിച്ചപേക്ഷിക്കട്ടെ. യേശു എന്ന നാമം, യേശു നാമം സൗഖ്യപ്പെടുത്തുന്ന ഇറങ്ങി വന്നു കരയുന്ന കാക്കയ്ക്കും ഭക്ഷണം നൽകും ഏലിയാവിൻ ദൈവത്തിന് ആരാധന. കരങ്ങളടിച്ച് പാടാം. പാറയായി ഇറങ്ങി വന്നു മാറാത്ത ദൈവത്തിന് ആരാധന. നാലാമനായി ഇറങ്ങും കരം പിടിച്ചുയർത്തും ജീവനുള്ള ദൈവത്തിന് ആരാധന. നാലാമനായി ഇറങ്ങും കരം പിടിച്ചുയർത്തും ജീവനുള്ള ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാതിരാജാവിന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. അവൻ വിടുവിക്കാൻ ശക്തൻ, ആരാധിക്കാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. വിടുവിക്കാൻ ശക്തൻ, ആരാധിക്കാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. കരങ്ങളടിച്ച് പാടാം. ശക്തിയോടെ കരങ്ങളടിച്ച് നിങ്ങള് സന്തോഷത്തോടെ ജീവിതഭാരങ്ങൾ മാറ്റിവെക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും മാറ്റിവെക്കുക. എല്ലാം ഉള്ളു തുറന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സമയം. എൻ്റെ ഈശോ എന്നെ കാണുന്ന സമയമാണിത്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഒറ്റപ്പെടുന്ന വേദനകളിൽ എനിക്കൊന്ന് പങ്കുവെക്കാൻ ദൈവമേ, നീ അല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത്? ഞാനൊന്ന് സങ്കടപ്പെടുമ്പോ എൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ വിളിച്ചാൽ ഓടി വരാൻ എനിക്ക് ആരാണുള്ളത്? ഒരുപക്ഷെ എൻ്റെ കരങ്ങളിൽ തെറ്റുണ്ടായിരിക്കാം, കുറവുകളുണ്ട്. ആ കുറവുകളോടുകൂടെ സ്വീകരിക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല. പക്ഷെ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു.
ഈശോയെ നിന്റെ കരം പിടിക്കാൻ ഞാൻ കൊതിക്കുന്നു. ശത്രു സൈന്യം പാളയം ഇറങ്ങിയാലും തകർത്തുകില്ല, എന്നെ മൂടിക്കുകില്ല. അലറുന്ന സിംഹം പോലെ ശത്രു വന്നാലും ശക്തിയോടെ ദൈവം എന്നിൽ ശക്തി നൽകിയിടും. ശത്രു സൈന്യം പാളയം ഇറങ്ങിയാലും തകർത്തുകില്ല, എന്നെ മൂടിക്കുകില്ല. അലറുന്ന സിംഹം പോലെ ശത്രു വന്നാലും ദാവീദിൻ ദൈവം എന്നിൽ ശക്തി നൽകിയിടും. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ, മരണത്തെ ജയിച്ചവൻ ആരാധന. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ, മരണത്തെ ജയിച്ചവൻ ആരാധന. ആരാധന യാക്കോബിൻ വല്ലഭൻ ആരാധന. ആരാധന ആരാധന രാജാതി രാജാവീർ ആരാധന. എന്റെ യേശുവേ, നീ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ ഈശോയെയാണ് ഞാൻ ആരാധിക്കുമെന്നത്, വേറെ ആരുമല്ല. ഞാൻ കരങ്ങൾ ഉയർത്തി യേശുവിന് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിക്കുന്തോറും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിറയുകയാണ്. ദൈവനാമം വിളിക്കുന്തോറും എന്റെ ജീവിതത്തിന് എല്ലാ തടസ്സങ്ങളും വിട്ടൊഴിയുകയാണ്. എന്റെ യേശുനാമത്തെ ഞാൻ ആവർത്തിച്ച് സ്തുതിക്കുന്തോറും ദൈവത്തിന് അനന്തമായ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും ഞാൻ പാത്രമാവുകയാണ്. ഈശോ എന്ന് വിളിച്ച് എന്റെ ഈശോയെ, മറ്റവൾ എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ, യേശുവേ, എന്റെ യേശുവേ. നാളിൽ ഇറങ്ങി കരങ്ങളടിച്ചോ സന്തോഷത്തോടെ പ്രാർത്ഥിക്കട്ടെ. തളരുന്ന നേരത്തു ശക്തി നൽകിയിടും, മടുപ്പ് തോന്നാതെ ദൈവത്തിനാത്മാവിനാരാധന. നാളിൽ ഇറങ്ങി വന്ന ആത്മാവ ദൈവത്തിനാരാധന. തളരുന്ന നേരത്തു ശക്തി നൽകി ദൈവാത്മാവ് നയിക്കപ്പെടട്ടെ. ഈ സമയം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടട്ടെ. അഭിഷേകം പകരും നുകങ്ങൾ പകർത്തി സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ, ദുഃഖങ്ങൾ ഏറ്റെടുക്കട്ടെ, രോഗങ്ങൾ ഏറ്റെടുക്കട്ടെ, മാനസിക സംഘർഷങ്ങൾ ഏറ്റെടുക്കട്ടെ. ജയം നൽകും ദൈവം, തിരിച്ചറിയപ്പെടാത്ത നല്ല തടസ്സങ്ങൾ വിട്ടുപോട്ടെ. ആരാധന ആരാധന അഭിഷേകത്തോടെ പാടിക്കോ. യേശുവിന്റെ നാമത്തിലാണ്, യേശു വചനത്തിലാണ് വിശ്വസിക്കുന്നത്, യേശുവിന്റെ തിരുരക്തത്തിലാണ് വിശ്വസിക്കുന്നത്. വിടുവിക്കാൻ യേശുവിനെ ആരാധിക്കാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവ്വശക്തനായ ചേർത്തി കൊടുത്ത ഈശോയുടെ മുൻപിൽ നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. അവൻ വിടുവിക്കാൻ ശക്തൻ, ആരാധിക്കാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. അവൻ വിടുവിക്കാൻ ശക്തൻ, ആരാധിക്കാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയണമേ. സമയത്ത് എല്ലാ സങ്കടങ്ങളും വേദനകളും നീ ഏറ്റെടുക്കണമേ. നീ യോഗങ്ങളിൽ നീ ഇറങ്ങി വരണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്വരത്തിൽ യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട്, യേശുവിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ട്, നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു അനുഗ്രഹം നിറയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നിറയാൻ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ. പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. യേശുവിന്റെ രക്തത്താൽ നിറയപ്പെടാൻ വേണ്ടി. Hallelujah.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഒരു ആരാധനയുടെ നിമിഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാനുള്ളതല്ല. ആരാണോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അവരൊരിക്കലും അവൻ ഉപേക്ഷിക്കുന്നില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരാളെയും ഞാൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ. ദൈവവചനമാണത്. ഒരാളെയും കർത്താവ് തള്ളിക്കളയുകയില്ല. നമ്മുടെ രൂപഭംഗിയോ നമ്മുടെ സാമ്പത്തിക ശേഷിയോ നമ്മുടെ ദാരിദ്ര്യമോ ഇതൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പ്രശ്നമല്ല. മനുഷ്യരുടെ മുൻപിലൊക്കെ ചിലപ്പോൾ അതൊരു പ്രശ്നമായേക്കാം. സൗന്ദര്യമുള്ളവരാണെങ്കിൽ ഞാൻ കണ്ടേക്കാം, അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്, എന്നാൽ ഞാനൊന്ന് സംസാരിച്ചേക്കാം. അല്ല, ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? നീ കുറവുള്ളവനാണ്, നീ തീരെ പാവപ്പെട്ടവനാണ്, നീ ഒന്നുമില്ലാത്തവനാണ്, നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലാന്ന് മനുഷ്യർ പറഞ്ഞാലും ദൈവത്തിന് നിന്റെ ഹൃദയം നോക്കാൻ കടന്നു വരുന്നവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവത്തിന് മുൻപിൽ നാം നിൽക്കാൻ യോഗ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവമേ, ഞാൻ ഇത്രയേ ഉള്ളൂ. നിന്റെ മുൻപിൽ ഞാൻ ഈ സമയത്ത് ആരാധനയ്ക്ക് വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ്, അതെൻ്റെ വിശ്വാസമാണ്, ദൈവമേ ഈ നിയോഗം നീ ഏറ്റെടുക്കും. അതുകൊണ്ടാണല്ലോ എന്തുമാത്രം ദൂരങ്ങളിൽ നിന്നാണ് പല കുടുംബങ്ങളും പല വ്യക്തികളും ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, രാവിലെ നമ്മൾ കേട്ട ഒരു തിരുവചനം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു തിരുവചനഭാഗമാണ് 119-ാം സങ്കീർത്തനം 26-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനമാണ് പറയുന്നത്, ഞാൻ എൻ്റെ അവസ്ഥ വിവരിക്കുകയാണ്. എനിക്ക് എൻ്റെ അവസ്ഥ വിവരിക്കാൻ വേറെ ഒരു സ്ഥലങ്ങളില്ല. എനിക്ക് എൻ്റെ അവസ്ഥ, എൻ്റെ സാഹചര്യം പറയാൻ ഒരു മനുഷ്യരില്ല. പക്ഷേ ഞാൻ, ദൈവമേ, ഞാൻ പറയുന്നത് നിന്റെ മുൻപിലാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ഈ രൂപപ്പെട്ട നിമിഷങ്ങളിൽ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ എന്തുമാത്രമായിരിക്കും. ഒരുപക്ഷെ പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ പിന്നീട് ആ പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സമയം ബാങ്കിലിടുന്ന പോലെയാണ്. ബാങ്കിൽ നിങ്ങൾ പൈസ നിക്ഷേപിക്കില്ലേ, അതുപോലെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതും. ഇന്നൊരു പക്ഷേ കാണുമ്പോൾ ഒരു വേദനയായിരിക്കാം, അനുഗ്രഹമില്ലാത്ത പോലെയായിരിക്കാം, പക്ഷേ നാളെ തീർച്ചയായും ഇന്നത്തെ പ്രാർത്ഥനകൾ അനുഗ്രഹമായിട്ട് തീരുമെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയാ, യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മൾ ഈ സമയം ദൈവത്തിന് മുൻപിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ മോശയ്ക്ക് ദൈവമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് 3-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. മോശ ദൈവമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു രംഗം. ഒരു സാധാരണ മനുഷ്യനാണ് ഈ മോശ, സാധാരണ ജോലി ചെയ്യുന്നവനാണ് ഈ മോശ. എന്തായിരുന്നു അവന്റെ ജോലി? അവൻ ഒരു ആട് മേയ്ക്കുന്നവനാണ്. നിങ്ങൾ ഓർക്കണം, ഞാനും നിങ്ങളും ഒക്കെ ഒരു സാധാരണ ജോലികളിലൂടെ കടന്നുപോയവരാണ്, പോകുന്നവരാണ്. അങ്ങനെ സാധാരണ ജോലികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കും, ദൈവമേ നീ എന്നെ കാണുന്നുണ്ടോ, നീ എന്നെ കാണാറുണ്ടോ? ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാനൊരു കൃഷിപ്പണിക്കാരനല്ലേ, ദൈവം എന്നെ കാണുന്നുണ്ടോ? വലിയ സ്വർണ്ണക്കടക്കാരും വലിയ ഫാക്ടറി മുതലാളിമാരുമാണോ നിന്നെ കാണുന്നത്? അല്ല, ഈ സാധാരണക്കാരനായിട്ടുള്ള മോശയെ ദൈവം കണ്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഒരു സാധാരണമായിട്ട് നടക്കുന്ന ഈ പുതുപ്പാടി ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു വീടിൽ
ഞാൻ വസിക്കുകയാണെങ്കിൽ അവിടെ എന്നെ തീർച്ചയായിട്ടും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരാളെ പോലും തള്ളിക്കളയില്ല എന്ന വചനം പറയുന്നത്. ഒരാളെ തള്ളിക്കളയുന്നല്ല പറഞ്ഞത്, ഒരാളെ പോലും ഞാൻ തള്ളിക്കളയില്ല. അവന്റെ അടുത്തേക്ക് വരുന്ന ഒരുവനോട് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ്, നിന്നെ ഞാൻ എന്തിന്റെ പേരിലും മാറ്റി നിർത്തില്ല. നിന്റെ കുറവിന്റെ പേരിലാണോ, നിന്നെ ഞാൻ മാറ്റില്ല. നിന്റെ സാമ്പത്തികത്തിന്റെ പ്രശ്നത്തിലാണോ, നിന്നെ ഞാൻ മാറ്റില്ല. ഒരു കാരണത്തിന്റെ പേരിലും ഞാൻ നിന്നെ മാറ്റി നിർത്താൻ ഇടവരുത്തില്ല. ഒരു വലിയ ഒരു ഉദാഹരണമാണ് കർത്താവ് നമുക്ക് തരുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. പക്ഷെ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു സാധാരണക്കാരനായ ആട് മേയ്ക്കുന്ന ഒരു മനുഷ്യൻ. എന്താണ് വചനം പറയുന്നത്? മോശ തൻ്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. എന്തിനാണ് ഒരു ആട് മേയ്ക്കുന്ന ഒരുവന്റെ ചിത്രം ഇവിടെ രേഖപ്പെടുത്തിയത്? ചിന്തിച്ചാൽ നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ പുറം ലോകം കാണണം, എല്ലാ മനുഷ്യരും അറിയണം ദൈവം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന്. വലിയവന്റെ ജീവിതത്തിൽ മാത്രമല്ല, അന്ന് ഈ മോശ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാക്കന്മാരുണ്ടായിരുന്നു, വലിയ ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടായിരുന്നു. അവരുടെ ഒന്നും പേര് കർത്താവ് ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. പക്ഷെ ഒരുത്തിന്റെ പേര് മാത്രം എഴുതിയത് മോശ. അവന്റെ ജോലി പറയുന്നുണ്ട്. അവന്റെ ജോലി എന്താണ്? ആട് മേയ്ക്കുന്നവനായിരുന്നു. അവന്റെ പ്രൊഫഷനാണത്, തൊഴിലാണത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായിരുന്നു. നമ്മെയും കുറിച്ച് കർത്താവ് പറയുകയാണ്, നിന്നെ കുറിച്ചും കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ പേരും എൻ്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞ് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതിൽ പരം ആനന്ദം, ഇതിൽ പരം സന്തോഷം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളെ കുറിച്ച് വ്യക്തികൾ ഒരാളുടെ പേരിലും ഒരാളുടെ മൊബൈലിലും ഒരാളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സ്ഥാനമില്ലായിരിക്കാം. നിങ്ങൾ അന്വേഷിച്ച് ഒരാൾ പോലും ജീവിതത്തിൽ വരില്ലായിരിക്കാം. സംഭവം ശരിയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എന്നെ വിളിക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനില്ല. വീട്ടിൽ നിന്ന് അമ്മ, ചേട്ടൻ, അപ്പൻ, ഈ കാര്യങ്ങളല്ലാതെ ഒരു ലോകത്ത് ഒരു മനുഷ്യനില്ലായിരുന്നു വിളിക്കാൻ. എത്രയോ വർഷങ്ങൾ, 13.5 വർഷം ഞാൻ സെമിനാരിൽ പഠിച്ചതാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ജീവിതത്തിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും സാഹചര്യത്തിൽ വരില്ല. നിങ്ങളൊരു തെറ്റിൽ പെട്ടു, നിങ്ങളൊരു കുറവിൽ വീണുപോയി, പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും വരില്ല. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും. കാരണം നിന്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരങ്ങളെടുത്ത് ദൈവത്തെ മുഖത്തുപെടുത്തിക്ക്, ശക്തിയോടെ കരങ്ങളെടുത്ത് ദൈവത്തെ മുഖത്തുപെടുത്താം. ഇത് ആത്മീയ രഹസ്യമാണെന്ന് നിങ്ങൾക്ക് പറയും, എനിക്കും അറിയാം. ഇത് ആത്മീയ രഹസ്യമാണല്ലോ. ദൈവത്തിന്റെ കരങ്ങളിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം ശരിയല്ലായിരിക്കാം, നിങ്ങളുടെ രീതികൾ, സംസാരം ശരിയല്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് അത് പ്രശ്നമല്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ ജീവിതമാണിത്. മോശ ഒരുവനെ കൊലപ്പെടുത്തിയവനാണവൻ. ഒരു ഈജിപ്തുകാരനെ കൊലപ്പെടുത്തിയവനാണ്. അത്രമേൽ കുറവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു മോശ. ഈ കുറവുകളുള്ളവനെ കർത്താവ് സ്വീകരിക്കുന്ന ഒരു രംഗമാണിത്. അറിയണം നിങ്ങൾ, ഒരുവനെ കൊന്നവനാണ് ഈ മോശ, ഒരുവന്റെ ജീവിതം കളഞ്ഞവനാണ് ഈ മോശ. പക്ഷേ അവനെ വരെ കർത്താവ് ചേർത്ത് നിർത്തുകയാണ്. എത്ര കുറവുകൾ ഉണ്ടെങ്കിലും മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹത്തിന്റെ കരവലയമാണ് ഈ ആരാധന മണിക്കൂറിൽ നമ്മൾ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമുക്ക് തന്നെയുള്ളതാണ്. അങ്ങനെ ആട് മേയ്ക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. എന്താണ് ഈ ഹോറബിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നത്? ദൈവത്തിന്റെ മലയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഹോറേബ്. പല നാളുകളിൽ, പല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട് അനുഭവിച്ച വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ഒരിടമാണ് ഹോറബ്.
ഈ പുതുപ്പാട് ഈ ജൂബിലി ധ്യാന കേന്ദ്രത്തിലും ദൈവ സാന്നിധ്യം അനുഭവിച്ച നിരവധി വ്യക്തികള് ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. ഒരുപാട് മനുഷ്യരെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് പോയിട്ടുള്ള നാളുകൾ ഈ ആലയത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യം നിറയുന്ന ഒരു ആലയമാണ്, ഒരു മലയാണ് ഈ അൾത്താര എങ്കിൽ ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഈ ദൈവത്തിന്റെ മലയായ ഈ അൾത്താരയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത് നമ്മുടെ ബോധ്യത്തിലേക്ക് വരികയാണ്. ദൈവത്തിന് ഇത് ഏറ്റെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാ നിയോഗങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഞാൻ ഈ തിരുവചനം ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖഭാവങ്ങളുണ്ട്. ചില സങ്കടങ്ങൾ കടന്നു പോകുന്ന, നിയോഗങ്ങളോട് കടന്നു പോകുന്ന പല വ്യക്തി ജീവിതങ്ങള് ഈ കൂട്ടത്തിലുണ്ട്. അവർ കടന്നു വരുന്ന എന്തിനാണ്? ദൈവമേ, ഒരു ആശ്വാസത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിൽ ഈ സങ്കടങ്ങളൊന്ന് മാറാൻ വേണ്ടി കടന്നു വന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട്. ഇത് വലിയ കോമഡി ഷോ അല്ല, സർക്കസ് അല്ല. എന്താണ്? ദൈവവചനമാണ് അവരുടെ ജീവിതത്തിലേക്ക് ആശ്വാസം പകരുന്നത്. മോശ പ്രാർത്ഥിക്കുകയാണ്. മോശയെ കാണാൻ, മോശ ദൈവത്തെ കാണാൻ ദൈവത്തിന്റെ മലയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ദൈവത്തെ കാണാൻ ഈ ഹോറേബ് മലയായ ഈ ദൈവിക സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന ഈ ഇടത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചേം വിടൂ. ഈ ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച അനേകായിരങ്ങളുടെ സാക്ഷ്യങ്ങള് അല്പസമയം കഴിയുമ്പോൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, കണ്ണ് നിറയുന്ന, ജീവിതത്തെ തൊടുന്ന, അത്രമേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, ദൈവിക കരുണ ഒഴുകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരുണ്ട്. കർത്താവിന്റെ മലയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തെ നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നൽകിയ അനുഗ്രഹം എല്ലാവരും കരങ്ങളെടുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരണം എന്താ? ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ആലയം വഴി മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട്. ഈ ആലയം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ. ഞാൻ 10 മണിക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു സഹോദരി, 2 സഹോദരിമാരോട് കാത്തുനിൽപ്പുണ്ട്. എന്തിനാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാക്ഷ്യം പറയാനാണ്, സാക്ഷ്യം നൽകാനാണ്. അവർ ഈ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവർ, അവരുടെ സാക്ഷ്യം സമയത്ത് ഓഫീസിൽ പോയിരുന്ന് കേട്ടു ഞാൻ. എന്ത് ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സാക്ഷ്യം. ഈ ആലയത്തിൽ വന്ന് വർഷങ്ങളോളം എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം അവർ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആ സമയം ഞാൻ വളരെ സന്തോഷമായി. അല്പം കണ്ണുനീരണിയിക്കുന്ന, ഈറനണിയിക്കുന്ന അവരുടെ ജീവിത അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, അവസാനം ആ സാക്ഷ്യങ്ങളെല്ലാം വായിക്കപ്പെടുകയാണ് ഇവിടെ. കാരണം എന്താണ്? ഹോറേബ് മല, ദൈവത്തിന്റെ മല ഇവിടെ വന്നപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹം. ഹല്ലേലൂയാ, യേശുവേ നന്ദി. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയാ. ദൈവത്തിന്റെ മലയായ ഹോറേബിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹം വെറുതെ കിട്ടിയതൊന്നുമല്ല. വന്നു, കഷ്ടപ്പെട്ടു, ഓടി വന്നു. വേറെ ആരുടെ അടുത്ത് പോയില്ലല്ലോ, വേറെ ഒരാളുടെ അടുത്ത് പോയില്ലല്ലോ, മന്ത്രവാദിയുടെ അടുത്ത് പോയില്ല, കൂടോത്രം ചെയ്യാൻ പോയില്ല. പിന്നെ എവിടെ വന്നു? മറ്റ് മനുഷ്യരുടെ അടുത്ത് പോയില്ല. വന്നത് എവിടെയാണ്? ദൈവത്തിന്റെ മലയായ ഹോറേബിൽ വന്ന് പ്രാർത്ഥിച്ചു. കിട്ടിയ അനുഗ്രഹം ഒരു ദിവസം കൊണ്ടല്ല കിട്ടിയത്, 2 ദിവസം കൊണ്ടല്ല, മാസങ്ങളെടുത്തു, വർഷങ്ങളെടുത്തു ചില അനുഗ്രഹങ്ങൾ കിട്ടാൻ. പക്ഷേ പ്രാർത്ഥന അവര് മുടക്കിയില്ല. ഹല്ലേലൂയാ, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, വർഷങ്ങളെടുത്താലും നിരന്തരം പ്രാർത്ഥിച്ച് മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോശ കർത്താവിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയാ, യേശുവേ നന്ദി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മോശ ഹോറേബിൽ ചെല്ലുമ്പോൾ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദൂതൻ അവിടെ നിന്ന് അവന്റെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സംഭവം എല്ലാവർക്കും അറിയാം. എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ കിടക്കുന്ന ഒരു സംഭവമാണിത്. മോശ എങ്ങനെ കർത്താവിനെ കാണാൻ വേണ്ടി മലയിലേക്ക് പോയി? അവന്റെ അധ്വാനത്തിന്റെ ഇടയിലാണ് അവൻ പോയത്. ആട് മേയ്ക്കുകയായിരുന്നു. അവൻ അങ്ങ് പോയ സമയത്ത് എന്താണ് സംഭവിച്ചത്? കത്തിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നി ജ്വാലകൾ കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ
അവിടെ നിന്ന് അവന്റെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഇതാണ്, അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. ഈ വചനത്തിന്റെ അർത്ഥം ഇതാണല്ലോ. ഈ മുൾപടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ഒരിക്കൽ പോലും ആ ജ്വാല നിൽക്കുന്നില്ല. ഇവൻ എന്താണ് ചെയ്തത്? ഇവൻ ആ ജ്വാലയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്? അവന്റെ ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും, ദൈവമേ എന്റെ അവസ്ഥ ഞാൻ വിവരിക്കാൻ പോകുകയാണ്. ആ ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് മുൻപിൽ അവന്റെ അവസ്ഥ വിവരിക്കാൻ പോവുകയാണ്. അവൻ ആ മുൾപടർപ്പിൽ എല്ലാ പ്രശ്നങ്ങളും അവൻ ഇടുകയാണ്. എല്ലാ പ്രശ്നങ്ങളും കത്തിയിരുന്ന ചാമ്പലാക്കുന്ന ആ തീയിൻ്റെ ഉള്ളിൽ ഇടാൻ പോവുകയാണ് അവന്റെ പ്രശ്നങ്ങൾ. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളല്ല അവന്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവന്. ഇന്നലകൾ വന്ന പാപത്തിന്റെ കുറ്റബോധമുണ്ട് അവന്, പാപഭാരമുണ്ട് അവന്. കാരണം അവനൊരു കൊലപാതകിയാണ്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ മ്ലേച്ഛതകളുണ്ട്. അവന്റെ കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. അവൻ ഒറ്റപ്പെടലിന്റെ വഴിയിലൂടെ കടന്നുപോയി രോഗപീഠകൾ. ഇതെല്ലാം അവൻ എന്തു ചെയ്തു? കത്തിയിരുന്ന ചാമ്പലാക്കുന്ന എരിയുന്ന തീ കുണ്ടത്തിലേക്ക് ഇടുകയാണ്. അപ്പോഴാണ് അതെല്ലാം ചാമ്പലായി. പക്ഷേ ആ തീ ഒരിക്കലും മോശയെ ചാമ്പലാക്കിയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതാ ഹോറേബ് മലയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീജ്വാലയിലേക്ക് നീ എറിയണം. നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിന്നെ നൊമ്പരപ്പെടുത്തുന്ന സങ്കടങ്ങളുണ്ടെങ്കിൽ, ഭാരങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് എരിയുന്ന തീ കുണ്ടത്തിലേക്ക് എറിയാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന്റെ സന്നിധിയിൽ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഈ സമയത്ത് ഇരു കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്തി വെച്ച് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന, നിങ്ങളുടെ വിഷമിക്കുന്ന എല്ലാ തടസ്സങ്ങളും എറിയുന്ന തീകുണ്ടത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. മോശ എറിഞ്ഞു, ദൈവത്തെ കാണാൻ പോവുകയാണ് അവൻ. ആ മുൾപടർപ്പിൽ, എരിയുന്ന മുൾപടർപ്പിൽ കത്തിച്ചാമ്പലായപ്പോ ഒരിക്കൽ പോലും ആ തീനാളം മോശയെ വേദനിപ്പിച്ചിട്ടില്ല, മോശയെ നൊമ്പരപ്പെടുത്തിയില്ല. ഈ സമയത്ത് നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കാൻ പോവുകയാണ്, നിയോഗങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ്. ദൈവമേ, ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഈ സമയത്ത് എരിയുന്ന തീ കുണ്ടത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. മോശ പ്രാർത്ഥിച്ചതുപോലെ, അവൻ ഉറ്റുനോക്കിയതുപോലെ ഞാനും നിങ്ങളും ഈ വചനത്തിലേക്ക് എറിയുക. ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലേക്ക് നിങ്ങൾ സമർപ്പിച്ചോ. നിങ്ങൾ ഉള്ളുരുകി സമയത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോ നടത്തപ്പെടും. രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട് ഈ കൂട്ടത്തിൽ. മനുഷ്യർക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, എനിക്കോ നിങ്ങൾക്കോ ആർക്കും പറ്റില്ല. പക്ഷേ വചനം മരുന്നോ ലേപനോ ഔഷധം ഒന്നുമല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവർ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. വചനത്തിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. കുടുംബ തകർച്ചയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, രോഗപീഠയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എരിയുന്ന തീഗോളത്തിലേക്ക് ഇട്ടുകൊണ്ട് കർത്താവിന് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. യേശുവേ, ഒരു നിമിഷം ഗാഗുൽത്തായിൽ നിന്ന് ഒഴുകിയ ആ തിരുരക്തം ഒന്ന് നിങ്ങൾ ഓർത്തെടുത്തേ. നിങ്ങളൊന്ന് ഓർത്തെടുക്കാം. മെല്ലെ നിങ്ങളുടെ കരങ്ങളിലേക്ക്, നിങ്ങളുടെ ശിരസിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരുരക്തം ഒഴുക്കപ്പെടട്ടെ. തിരുരക്തത്തിന് വലിയ അഭിഷേകമുണ്ട്. തിരുരക്തം കൊണ്ടാണ് കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നത്. ഇന്ന് ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചയും
ഈ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അതിന് അനുഗ്രഹം നിനക്ക് കിട്ടും. ദൈവമേ, ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്തി വെച്ച് തിരുരക്തം കൊണ്ട് എൻ്റെ നിയോഗങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് പാടാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കണമേ. യേശുവേ എന്നെ കഴുകണമേ. നിങ്ങളെ വീണ്ടെടുക്കാൻ വന്നവനാണ് ഈശോ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് തിരുരക്തം കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് കഴുകി വിശുദ്ധീകരിക്കുകയാണ്. ഈ ആരാധനയുടെ സമയത്ത് ഗൗരവമായി കർത്താവിന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് തന്നെ കാണുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ കരുണ, അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും തിരുരക്തത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് നൽകപ്പെടുന്നത്. ഇരു കരങ്ങളും ഒന്ന് നീട്ടിപ്പിടിക്കാം ഈ അൽത്താരയിലേക്ക്. എല്ലാവരും കണ്ണുകൾ അടച്ച് ഇരു കരങ്ങളും ഒന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് നമുക്കൊന്നും കൂടി പാടാം ഈ ഗാനം. ചിന്തിയ രക്തത്താൽ രക്തം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി കഴുകണമേ. എല്ലാവരുടെ ശിരസിലേക്ക്, കുടുംബത്തിലേക്ക് യേശുവേ എന്നെ കഴുകണമേ. കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. അല്പം കൂടി സ്വരത്തിൽ പാടാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ യേശുവേ കഴുകണമേ. എന്നെ കഴുകണമേ. യേശുവേ എല്ലാ ദൈവജനവും എന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായി എന്നെ കഴുകണമേ. പ്രിയമുള്ളവരെ, രോഗപീഡയാൽ വലയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങൾ നീട്ടി ഒരിക്കൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചേ, രോഗപീഡയാൽ മാറാൻ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പ്രാർത്ഥിക്കട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി തിരുരക്തം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി എല്ലാ ദൈവജനവും 2-3 പേർ കേൾക്കുന്ന രീതിയിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി, പരിശുദ്ധാത്മ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി, പരിശുദ്ധാത്മ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമേ. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ ലഭിച്ചു, രോഗസൗഖ്യം നൽകി. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോ. എല്ലാ പ്രശ്നങ്ങളും ശാന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ശക്തിയോടെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. അല്പം ത്യാഗമെടുത്താണ് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ഈ സമയത്ത് അവിടെ നിൽക്കുകയും നടുവൊടിഞ്ഞാണ് ഈ സമയത്ത് എല്ലാം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ദൈവമാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. എലിയ പ്രവാചകൻ നടത്തുന്ന ഒരു വലിയ ഒരു അത്ഭുതമുണ്ട് ഇവിടെ. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ തിരുവചനം. വളരെ ഹൃദയസ്പർശകമാണ് ഈ തിരുവചനം. നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടിയാണ് ഈ തിരുവചന ഭാഗം. എന്താണെന്ന് അറിയണ്ടേ? ആദ്യ വചനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അനന്തരം എലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ മഴ ഇരമ്പുന്നു. അങ്ങനെയാണ് എലിയ ആഹാബിനെ വിളിച്ച് പറയുന്നത്, എടാ ആഹാബേ, നീ വാ. എന്താണ് ചോദിച്ചു? ഒരു വലിയൊരു മഴ വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരണം. അതിനു മുൻപുള്ള വചനങ്ങൾ വായിച്ചാലാണ് ഇവനിത് പറയുന്നതിന് അർത്ഥം മനസ്സിലാകും. കാരണം എന്താണ്? ഒരു വരൾച്ചയിലൂടെ കടന്നു പോവുകയായിരുന്നു ഇസ്രായേൽ ജനം. മഴയില്ല, ആ പ്രദേശത്ത് മഴ വരുന്നില്ല, ഒന്നിനും സാധ്യമല്ല, ഒരു അനുഗ്രഹമില്ല. അപ്പോഴാണ് ഈ എലിയ പറയുന്നത്, ആഹാബേ, നീ വാ, നീയാണല്ലോ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത്, നീ എൻ്റെ കൂടെ വാ, നമുക്കൊന്നു ചേർന്ന് ഇസ്രായേൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓർക്കണം, ഒരു വരൾച്ച അനുഭവിക്കുന്ന ഒരു കുടുംബം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഒരു വരൾച്ച അനുഭവിക്കുന്ന ഒരു ജീവിതം ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ളൊരു വചനമാണിത്. മഴ വരുന്നു, ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം വരുന്നു, നിങ്ങളുടെ ജീവിതം ഒരു തണുപ്പാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം എന്നും ഇരുട്ടിലല്ല, പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിക്കാൻ വരുന്നു. വർഷങ്ങളോളം മക്കളില്ലാതിരുന്ന ഒരു ദമ്പതിമാര് പറഞ്ഞു ഓർക്കുകയാണ്, നിരന്തരം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അങ്ങ് എവിടെയല്ല, ഈ കോടഞ്ചേരി പ്രദേശത്ത് പ്രാർത്ഥിച്ചു. 11 വർഷത്തിന് ശേഷം ദൈവം ഒരു അനുഗ്രഹം നൽകി. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം 11 വർഷങ്ങൾക്ക് ശേഷം 2 മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. കാരണം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പറഞ്ഞു, വചനം എല്ലാ ദിവസം എഴുതുമായിരുന്നു. ഈ അമ്മ പറഞ്ഞതാ, എല്ലാ ദിവസം വചനം എഴുതി വായിക്കും. എല്ലാവരും ചോദിച്ചു, നീ എന്ത് ഭ്രാന്താണ് ചെയ്യുന്നത്? വൈദ്യശാസ്ത്രത്തിനെ പറ്റാത്ത നീയാണ് ചെയ്യുന്നത്. എല്ലാ കളിയാക്കലുകളും സ്വീകരിച്ച് ഈ അമ്മ എല്ലാ ദിവസവും വചനം എഴുതുകയും വായിക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്നാൽ അറിയാം, ഒരുപാട് വലിയ നോട്ട് പുസ്തകങ്ങളാണ് അവരുടെ വീട്ടില്. കാരണം പലരും കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ പലരും കളിയാക്കിയിട്ടുണ്ടാകും. എന്തിനാണ് ഇത്ര ദൂരം പോയി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ചിലർ ചിലപ്പോഴെങ്കിലും ബുദ്ധിയിൽ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ സ്തുതിക്കുന്നത്, എന്തിന് ഇങ്ങനെ കൈയടിക്കുന്നത്? കർത്താവ് നിനക്കുള്ള ഉത്തരം തരും, ഇന്നല്ല പിന്നീട്. അതിനാൽ ഉത്തരമാണ് ഈ വചനം. ആഹാബ് അവനോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഏലിയ പറഞ്ഞു, എടാ മഴ ഇരമ്പുന്നു. അടുത്ത വചനത്തിലേക്ക് പോവുകയാണ്. എന്താണ് അതിനർത്ഥം? അവൻ ആ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനായിട്ട് പോയി. എലിയ കർമ്മൽ മലയുടെ മുകളിൽ കയറി. ആഹാബ് എന്താണ് ചെയ്തത്? അവൻ ഭക്ഷണം കഴിക്കാൻ പോയി, പ്രാർത്ഥിക്കാൻ പോയില്ല അവൻ. നിങ്ങൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ ആ സഹോദരി എല്ലാവരും കളിയാക്കിയപ്പോഴും എല്ലാവരും വേദനിപ്പിച്ചപ്പോഴും തനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വചനം എഴുതി വായിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കളിയാക്കിയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏലിയ ഒരു കുടുംബത്തിലേക്ക് വരൾച്ച വന്നപ്പോൾ ഒരുവൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വരൾച്ചയുണ്ടെങ്കിൽ അപ്പ അമ്മ ആരെങ്കിലും ഒരാള് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കാർമൽ മലയിലേക്ക് ഈ മോശ എത്തി. ഈ പുതുപ്പാടി ആശ്രമത്തിലേക്ക്, ഈ പുതുപ്പാടി അൽത്താരയിലേക്ക് നിന്നെ ദൈവം കൊണ്ടുവന്നത് വെറുതെയല്ല. എന്തിനു വേണ്ടിയിട്ടാ? ദൈവം തെരഞ്ഞെടുക്കുകയാണ്. വലതുകര മൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, നിന്റെ കുടുംബത്തിലേക്ക് നീ പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനാണ് ഏലിയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. ഈ മോശ പ്രാർത്ഥിച്ചു കാർമൽ മലയിൽ വെച്ച്. എന്താണ് പ്രാർത്ഥിച്ചത്? ആഹാബ് പ്രാർത്ഥിച്ചതായിട്ട് വചനത്തിലില്ല. ഒരുമിച്ചാണ് പോയത്, പക്ഷേ ആഹാബ് പ്രാർത്ഥിച്ചതായിട്ട് വചനത്തിലില്ല. അവൻ പ്രാർത്ഥിച്ചില്ല, അവൻ പോയില്ല. പക്ഷേ ഏലിയ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? വചനത്തിൽ കൃത്യമായിട്ട് എഴുതിയത് ഇങ്ങനെയാണ്: അവനെ നോക്കുക, അവൻ
ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. മോശ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. ഹല്ലേലൂയ. വേറൊന്നും പറയാനില്ല ഇതിൽ. എന്താണ് പറയാനുള്ളത്? അവൻ പ്രാർത്ഥിച്ചതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? അവൻ മുട്ടുമടക്കി മുട്ടുമേൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. മുട്ടുമടക്കി നിലം തല മുട്ടുന്നവരെ തല നിലത്ത് കുനിഞ്ഞ് കാൽമുട്ടുകൾക്കിടയിൽ തല കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ത്യാഗമെടുത്ത് ഈ ഏലിയ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? ഇസ്രായേൽ ജനത്തിലേക്ക് മഴ നിറയാൻ വേണ്ടി. ഒരു കുടുംബത്തിലേക്ക് ഒരു അപ്പൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. ഒരു അമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുടുംബത്തിലെ മക്കളൊന്ന് ശരിയായി വരണമെന്ന്. ഒരമ്മ പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ മക്കളുടെ രോഗപീഠം മാറാൻ വേണ്ടി. നിങ്ങൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് കുനിഞ്ഞ് കാൽമുട്ടുകൾക്കിടയിൽ തല കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുവെന്ന് ഏലിയെ കുറിച്ച് പറയുന്നുണ്ട്. ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു, വിഷമെടുത്ത് പ്രാർത്ഥിച്ചു, നടുവെളിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ദൈവം കൊടുത്തു. ആ സമയത്ത് അനുഗ്രഹം കൊടുത്തില്ല. എപ്പോഴാണ് അനുഗ്രഹം കൊടുത്തത്? വചനത്തിലുണ്ട്. അങ്ങനെ 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുകയാണ്, ഇതാ കടലിൽ നിന്ന് കാർമേഘം പോലെ എന്തോന്ന് പൊന്തി വരുന്നു. എന്തിനാണത്? മഴ വരാൻ സാധ്യതയുണ്ട്, അനുഗ്രഹം വരാൻ. ഇതാ നിന്റെ മുൻപിൽ ഒരു അനുഗ്രഹം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇതാണ്, പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ലോ എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണിത്. ഒന്നല്ല, 7 പ്രാവശ്യം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. കിട്ടിയ അനുഗ്രഹമാണ് മഴ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് കർത്താവെ ആരാധിക്കാൻ പോവുകയാണ്. പുകഴ്ത്തിയിടാം. ദൈവമേ, നിന്നെ ആരാധിക്കാൻ വേറെ ഒരു മനുഷ്യനും എനിക്കില്ല. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, 7 പ്രാവശ്യം പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ, അവന് കിട്ടിയ അനുഗ്രഹം നമ്മോട് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളൊരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ നിയോഗം ഓർത്തെടുത്തോ. ഈ നിമിഷം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ഇന്ന് ഈ ആലയത്തിൽ വന്ന് ചിലർ ചിന്തിക്കും, ബുദ്ധിയിൽ ചിന്തിക്കും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അന്നും ഇതുപോലെ കുറെ മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ട്, നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ. പക്ഷെ വിശ്വസിച്ചവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അന്നും വിശ്വസിക്കാത്തവരുണ്ട്, പക്ഷെ വിശ്വസിച്ചവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഏലിയ വിശ്വസിച്ചു, ആഹാബ് വിശ്വസിച്ചില്ല. പക്ഷെ വിശ്വസിക്കാത്തവർക്ക് വിശ്വസിച്ചവന്റെ അനുഗ്രഹം കിട്ടുകയാണ്. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിച്ച് പ്രാർത്ഥിച്ചവന്റെ അനുഗ്രഹം കിട്ടുകയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസിയായ നിന്റെ അനുഗ്രഹം, നിന്നിലൂടെ അനുഗ്രഹം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. യേശു നിന്നെ എന്ന് കാണുന്നു. നീ അയോഗ്യമാണെങ്കിലും നീ ബലഹീനമാണെങ്കിലും ദൈവം ഇന്ന് നിനക്ക് അനുഗ്രഹം തരാൻ പോവുകയാണ്. ദൈവമേ, നിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുവന്നതിൽ നന്ദി പറയുന്നു. വചനം കേൾക്കാൻ ഹൃദയം തുറന്നതിൽ നന്ദി പറയുന്നു. ദൈവമേ, നിന്നെ ഞാൻ ഇന്ന് ആരാധിക്കുകയാണ്. പറഞ്ഞു കേട്ട വചനഭാഗങ്ങൾ, മോശയുടെ ജീവിതം, ഏലിയായുടെ ജീവിതം, പ്രാർത്ഥിച്ചപ്പോൾ ജീവിതം മാറുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഫലം എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും. ആരും മടിച്ചു നിൽക്കരുത്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിനെ ക്രൂശിലെ ജയാളി, യേശുവിനെ മാത്രം സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കാൻ അവൻ യോഗ്യരല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം. സ്തുതിക്കാൻ അവൻ യോഗ്യരല്ലോ. ആരാധിക്കാം
കരങ്ങൾ ഉയർത്തിയടിച്ച് നിങ്ങള് കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ആമേൻ. യേശുവേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ശക്തിയോടെ എന്റെ ഈശോയെ കണ്ണുകൾ അടച്ച് നിങ്ങൾ പാടി പ്രാർത്ഥിച്ചു. അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങൾ താത്തിയടിക്കാം. ഇരുവശങ്ങളിലേക്കും കരങ്ങൾ മാറി മാറി അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. ഒരു പക്ഷേ ഇപ്പോഴല്ല, ഇന്നല്ല, നിനക്ക് അനുഗ്രഹം ഉറപ്പാണ്. ഏലിയ പ്രാർത്ഥിച്ചു, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോ കാർമേഘം പോലെ എന്തോ ഒന്ന് കടലിൽ നിന്ന് പൊന്തി വന്നു. അത് മുകളിലോട്ട് പോയി. വെറുതെ പോയതല്ല. വിശ്വാസമില്ലാത്ത ഒരാൾ വായിക്കുമ്പോ വെറുതെ തോന്നും, വെറുതെ എന്തോ മുകളിലേക്ക് പോയി. അല്ല, വിശ്വാസമുള്ളവൻ ഹൃദയം കൊണ്ട് വായിച്ചാൽ അറിയാം, പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം കാരുണ്യം ചൊരിഞ്ഞതാണ്. പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം കാരുണ്യം ചൊരിയും. വരൾച്ച മാറുന്നു. ആ ഇരുള് മൂടപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ദൈവം അനുഗ്രഹിച്ചു. നിന്റെ കുടുംബം അന്ധകാരത്തിലാണോ, മൂടപ്പെട്ടാണ് കിടക്കുന്നത്, വരണ്ടുണങ്ങുകയാണ് ഈ സമയം. ദൈവം പ്രാർത്ഥനയിൽ, നിരന്തര പ്രാർത്ഥനയിൽ വിശ്വസിച്ചോ. യേശുവിനെ, യേശു മാത്രമാണ് ഏക രക്ഷകൻ. ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. യേശു മാത്രം കർത്താവ്. വിശ്വസിക്കാം യേശുവിനെ. യേശു വിശ്വസിക്കുവേ, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ആമേൻ, ആമേൻ, ആമേൻ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ പാടാമോ? വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഒരിക്കൽ കൂടി പാടാം, ഒരിക്കൽ കൂടി. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ചേർന്ന് പാടാം, ആവർത്തിച്ച് പാടട്ടെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ള യേശുവിനെ മാത്രം. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ചേർന്ന് പാടട്ടെ, എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ള യേശുവേ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. നിന്നെ സഹായിക്കാൻ ആരുമില്ല, യേശുണ്ട്. ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ദൈവിക ശക്തി നിറയപ്പെടട്ടെ. ഈ സമയത്ത് ദൈവാത്മാവ് ജ്വലിക്കപ്പെടട്ടെ. അഗ്നിയുടെ തീതാവുകൾ ആദ്യം ക്രൈസ്തലിൽ വന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ആത്മീയ നിറവ് ഞങ്ങളിലേക്ക് നൽകണമേ. യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് രക്ഷയുണ്ട്. യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്
ഏതാനും സാക്ഷ്യങ്ങളും നിയോഗങ്ങളും നമുക്ക് മുൻപേ ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരു സാക്ഷ്യം നിങ്ങൾക്ക് മുൻപിൽ വായിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഡെൻസി. 11 വർഷമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ മൂത്ത മകളുടെ മരണശേഷം മാനസികമായി തളർന്നാണ് ഞാനിവിടെ എത്തുന്നത്. ഞാനിവിടെ വന്ന് ഒരിക്കൽ പോലും എനിക്കെന്തെങ്കിലും വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥനകളിൽ പങ്കെടുത്തു, ഒത്തിരിയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരു മകളുടെ മരണശേഷം മാനസികമായി തകർന്ന ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യമാണ് വായിക്കുന്നത്. ഒരു നഴ്സായി ഞാനിനി ഒരിക്കലും ജോലിക്ക് പോകില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മരണം എന്നെ അത്രയ്ക്ക് തളർത്തിയിരുന്നു. അടുത്ത കുഞ്ഞ് ഉണ്ടായപ്പോൾ അവൾക്ക് ജലദോഷം വരുമ്പോൾ പോലും എനിക്ക് ടെൻഷനാണ്. അങ്ങനെ വിഷമവും ടെൻഷനും കൂടി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ്, ആരുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയില്ല, ഞാനിവിടെ എത്തി. ഇനി ഒരിക്കലും ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് എന്നെ ഈശോ ചേർത്ത് പിടിച്ചു. ഒന്നും ആവശ്യപ്പെടാതെ കരയുന്ന എൻ്റെ കണ്ണീർ കുപ്പിയിൽ ശേഖരിച്ചു എന്നതിന് തെളിവാണ് ഇപ്പോൾ എൻ്റെ ജീവിതാവസ്ഥ. ഒരുപാട് കരഞ്ഞു. ആരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കരുതിയ നടന്നിരുന്ന ഒരു കാലഘട്ടം ആ സഹോദരിക്കുണ്ടായിരുന്നു. ഒരു മകൾ മരിച്ചതിൻ്റെ ആഘാതം. വചനം ഇങ്ങനെയാണല്ലോ, സങ്കീർത്തനം 56:8, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ആ വചനം അവരെ ശക്തിപ്പെടുത്തുന്നു. കരയുന്ന എൻ്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്നത് പോലെ തോന്നി. രോഗികളെ കാണുമ്പോൾ ടെൻഷനാണ്. ഞാൻ യുനാനിയിൽ ജോലി കയറി. അങ്ങനെ ഒരു ജോലി കയറി ഇവിടെ പ്രാർത്ഥിച്ചത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ജോലി കയറുകയാണ് യുനാനി ഹോസ്പിറ്റലിൽ. ഇവിടെ വന്ന് 3ാമത്തെ വർഷമാണത്. പിന്നീട് ഞാൻ പോസ്റ്റ് BSc ചെയ്തു. എല്ലാവരും പഠിക്കുന്നത് കണ്ട് ഞാൻ OET പഠിച്ചു. കഴിഞ്ഞ വർഷം യുനാനി മെഡിക്കൽ കോളേജിലെ ഒരു നഴ്സിംഗ് സൂപ്രണ്ടായി അവരെ നിയമിക്കപ്പെട്ടു. അങ്ങനെയെല്ലാം പഠനങ്ങളെല്ലാം അതോടൊപ്പം പഠിച്ചുകൊണ്ടിരുന്നു. അത് OET പാസ്സായി. ഇനി ഒരിക്കലും ജോലിക്ക് പോകില്ല, ആ മാനസികാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്നവരാണ്. എൻ്റെ ജീവിതം ദൈവം മാറ്റിമറിക്കുകയാണ്. എനിക്കിപ്പോൾ UK പോകാനുള്ള വിസ വന്നിട്ടുണ്ട്. ഓരോ എക്സാമും എഴുതുമ്പോഴും ഈശോയെ, നിനക്കിഷ്ടമാണെങ്കിൽ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെന്ന് വിചാരിച്ച് ഈ മാസം അവസാനം UK പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാതാവിനോടുള്ള കൊന്ത ഞാൻ പരമാവധി മുടക്കാറില്ല. ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ വരികയെന്നത് വർഷമായി എൻ്റെ ലഹരിയായിരുന്നു. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, നീ എൻ്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നെ വഴി നടത്തുന്നവനായ നല്ലവനായ ഈശോയെ, നിനക്ക് 1000 നന്ദി എന്ന് ബെൻസി പുതുപ്പാടി. കരങ്ങൾ നന്നായി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, ഒരു വലിയ സങ്കടത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബം 11 വർഷമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. നമ്മൾ നേരത്തെ കേട്ടു, ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നല്ല കിട്ടുക. പിന്നീട് ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ നമ്മെ എങ്ങനെ മനസ്സിനെ ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തി. ഇത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. ഞാനൊന്നൊരു അത്ഭുതമായിട്ട് കാണുകയാണ് ഈ സാക്ഷ്യം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് റൂമിലിരുന്ന് ഞാൻ ഒരുങ്ങിയ ദൈവവചന ഭാഗം ഇതായിരുന്നു. ഈ ഏലിയയുടെ പ്രാർത്ഥന 7 പ്രാവശ്യം പ്രാർത്ഥന. ഞാനിങ്ങനെ ഒരുങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറയാനുള്ള കാര്യം ഇതാണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചല്ല, നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുമെന്ന കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ തന്നെ ഈ സഹോദരി ഈ പേപ്പറുമായിട്ട് എൻ്റെ കരങ്ങളിലേക്ക് വന്നത്. 11 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ അവരുടെ നിയോഗത്തെ, അവരുടെ ജീവിതത്തെ ദൈവം ഒരു നിയോഗമാറ്റി എടുത്തു മാറ്റി. കരങ്ങളെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവാത്മാവ് ഇന്നും ഇവിടെ ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അടുത്തൊരു സാക്ഷ്യം. എൻ്റെ പേര് ജോസ്ന. ഞാൻ ഈങ്ങപ്പുഴയിൽ നിന്നും വരുന്നു. 14 വർഷമായി എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് തലവേദന മാറിക്കിട്ടി. ഇപ്പോൾ 6 മാസം എനിക്ക് തലവേദന ഉണ്ടായിട്ടും അനുഗ്രഹം തന്ന ഈ തലവേദന 6 മാസമായി എനിക്ക് പിന്നീട് തലവേദന ഉണ്ടായിട്ടില്ല.
അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസ് പുണ്യാളനും 1000 നന്ദി. തലവേദന 6 മാസമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. 14 വർഷമായിട്ടുള്ള തലവേദന. ഇങ്ങനെ കരങ്ങളടിച്ചാൽ പോരാ, എങ്ങനെ അടിച്ച തലവേദന വരും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, അടുത്ത സാക്ഷ്യം. എൻ്റെ പേര് സാലി, ഈങ്ങാപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടതു കണ്ണിന് ചൊറിച്ചിലുണ്ടായിരുന്നു. 1 വർഷമായിട്ട് ഇവിടെ വന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കണ്ണിൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടി. ബിജു അച്ഛൻ പ്രാർത്ഥനയുടെ സമയത്ത് 16 പേരുടെ കണ്ണിൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. ഈ അനുഗ്രഹം ഈശോയ്ക്കും അമ്മയ്ക്കും അന്തോണീസ് പുണ്യാളനും 1000 നന്ദി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബിജു അച്ഛൻ എങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്ന സൗഖ്യങ്ങൾ വിളിച്ചു പറഞ്ഞിടയിൽ ഈ സഹോദരിക്ക് ദൈവം അനുഗ്രഹം നൽകിയെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാം. അടുത്തത്. എൻ്റെ പേര് ശോഭന, താമരശ്ശേരി. 7-ാം തീയതിയിലെ രോഗസൗഖ്യ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, കഴുത്തിലെ ഒരു തേയ്മാനം അതുകൊണ്ട് കഴുത്ത് വേദനയുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്ത് വേദനകൾ. 9 പേരെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് അവർക്ക് സൗഖ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. 9 പേരിൽ ഒരാൾ ഞാനാണ്. എനിക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ച് ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനയും നൽകി ബിജു അച്ഛനും പ്രാർത്ഥന എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നത് വരെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ അമൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.